ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 90, ശ്ലോകം 7-8. പീതാംബരം കരവിരാജിത ശംഖചക്രകമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 7. സമസ്തസാരേ ച പുരാണസംഗ്രഹേ വിസംശയം ത്വന്മഹിമൈവ വന്യതേ. ത്രിമൂർത്തിയും സത്യവദത്രിഭാഗത പരം പദം ദേ കഥിതം ന സശൂലിന. അന്വയം. അർത്ഥം. സമസ്ത സാരേ എല്ലാറ്റിൻ്റെയും സാരമായ പുരാണ സംഗ്രഹി പുരാണ സംഗ്രഹത്തിലും ത്വന്മഹിമായേവ അങ്ങയുടെ മഹത്വം തന്നെ നിസംശയം സംശയം കൂടാതെ വർണ്യതേ വർണ്ണിക്കപ്പെടുന്നു. തേ അവിടുത്തെ പദം വൈകുണ്ഠം. ത്രിമൂർത്തിയുക് സത്യപദത്രിഭാഗത 3 മൂർത്തികളോട് കൂടിയ സത്യലോകത്തിൻ്റെ 3 ഭാഗങ്ങളിൽ നിന്ന് പരം ഈ സ്ഥാനങ്ങളിൽ നിന്നും അതീതമായി കഥിതം പറയപ്പെടുന്നു. ന ശൂലിനക ശിവന്റെ അല്ല. ഹരിവു. സാരം. പുരാണങ്ങളുടെ സാരമായ പുരാണ സംഗ്രഹം എന്ന ഗ്രന്ഥത്തിലും വിഷ്ണുവിൻ്റെ മാഹാത്മ്യമാണ് വർണ്ണിക്കുന്നത്. ആ സ്ഥാനം വൈകുണ്ഠം ത്രിമൂർത്തികളുടെ സ്ഥാനമായ സത്യലോകത്തിൻ്റെ 3 ഭാഗങ്ങളിൽ നിന്നും മേലെയാണ്. ശിവൻ്റേത് അങ്ങനെയാണെന്ന് പറയുന്നില്ല. ഹരിവു. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 8. യദ്രാമകൽപ്പൈക ഭാഗവതത്വദീയ സ്കന്ദോദിതം ബഹുരനാവൃതമീശദാത്രേ തത്സൈവ നാമ ഹരി സർവമുഖം ജഗാദ ശ്രീ മാധവ ശിവോ പരോപി പുരാണസാരേ. അന്വയം. അർത്ഥം. ഈശ സർവേശ്വരനായ ദേവ, ബ്രാഹ്മകൽപ്പേ ബ്രഹ്മാവിൻ്റെ കൽപ്പത്തിൽ, ധാത്രേ ബ്രഹ്മാവിനായിക്കൊണ്ട്, അനാദൃതം തുറന്നു കാട്ടിക്കൊടുക്കുന്നതും, ഇഹ ഇവിടെ, ഭാഗവത ദ്വിതീയ സ്കന്ധോദിതം ഭാഗവതം 2-ാം സ്കന്ധത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളതുമായ യത് ബഭു യാതൊരു ശരീരമുണ്ടോ, തസ്സൈവ അതിന് തന്നെയാണ്, ഹരി സർവമുഖം വിഷ്ണു ശിവൻ തുടങ്ങിയ നാമങ്ങളെ, ശിവപര അഭി ശിവഭക്തനാണെങ്കിലും, ശ്രീ മാധവ മാധവാചാര്യർ പുരാണസാരേ പുരാണസാരത്തിൽ ജഗാദ പറഞ്ഞിരിക്കുന്നു. ഹരിവു. സാരം. ബ്രഹ്മാവിൻ്റെ കൽപ്പത്തിൽ ബ്രഹ്മാവിന് പ്രത്യക്ഷമായി കാട്ടിക്കൊടുത്തതും ഭാഗവതം 2-ാം സ്കന്ധത്തിൽ പറയുന്നതുമായ ഭഗവാന്റെ രൂപം തന്നെയാണ് വിഷ്ണു ശിവൻ എന്ന പേരിൽ അറിയപ്പെടുന്നതെന്ന് മാധവ ആചാര്യർ തൻ്റെ പുരാണസാരം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. ഹരിവു.